ഹായ്. അപ്പം നമ്മളിന്ന് ഓച്ചിറ അമ്പലത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം വൃശ്ചികമല്ലേ, വൃശ്ചികം 12 ദിവസം അവിടെ നല്ല ആഘോഷം തന്നെയാണ്. വൃശ്ചികം 12 ദിവസം അടുപ്പിച്ച് പോയി തൊഴുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അത് പറ്റാത്തവർ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും പോകണ്ടേ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. വഴിയോര കച്ചവടക്കാർ ഒരുപാടായിരുന്നു. നമുക്ക് ഇങ്ങനെ കണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് ഒരുപാട് സൈഡിൽ തന്നെ അപ്പുറവും ഇപ്പുറവും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആദ്യക്കുട്ടൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഒന്ന് അവൻ എന്താണെന്നൊക്കെ ഒന്ന് കാണുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ അവനിപ്പോൾ അറിയാറായ പ്രായമായതല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കത് വേണം, എനിക്കിത് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓച്ചിറ അമ്പലത്തിലേക്ക് കയറിയൊക്കെയാണ്. പക്ഷേ ഓച്ചിറ അമ്പലം ഒന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പോലും നമ്മൾ ആദ്യം നമ്മുടെ ഭഗവാനെ പോയി തൊഴുതിട്ടാണല്ലോ നമ്മളിതെല്ലാം വാങ്ങിക്കാൻ പോകേണ്ടത്. അപ്പോൾ ഞങ്ങളിതെല്ലാം കണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ പുന്നൂസ് പറയുന്നുണ്ട്, അമ്മ എനിക്കത് വേണം, എനിക്ക് ബാഗ് വേണം, എനിക്ക് പൗച്ച് വേണം, പിന്നെ നമ്മൾ ഈ വഴി വരില്ലല്ലോ എന്നൊക്കെ. അത് ശരിയാണ്, നമ്മൾ ഇതുവഴി കറങ്ങി നമ്മൾ അപ്പുറത്തൂടെ വന്ന് പിന്നെയും നമ്മൾ ഇതുവഴി റൗണ്ട് അടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ എന്ന് പറയാൻ നമ്മുടെ ബോഡി പാർട്സിന് എന്തെങ്കിലും വേദനയോ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് 3 വട്ടം ആ അവയവം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് മാറുമെന്നൊക്കെയാണ് ഒരു വിശ്വാസമല്ല, അതൊരു സത്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ നന്ദികേശന്മാർ ഇവിടെ ഒരുപാട് പേര് നിരന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം തൊഴുത് നമ്മളത് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഇന്ന് മഴയും കൂടി ഇല്ലാത്തതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എന്തായാലും ഞങ്ങൾ നല്ലപോലെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരക്കാണെങ്കിൽ പോലും നമുക്ക് അതൊന്നും ഒരു കാര്യമാക്കേണ്ട കാര്യമല്ലല്ലോ. വിശേഷ ദിവസങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാകും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കാര്യമാക്കിയിട്ട് പോവുകയാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ തൊഴുതിറങ്ങുക എന്നുള്ളതാണ്. പിന്നെ വഴിയിലൊക്കെ അടുത്തടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാം കണ്ട് പോകാനാണ് ഞാൻ ആദിക്കുട്ടായോടും പൊന്നൂസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അടുത്തടുത്ത് ചെന്നപ്പോഴും അവിടെ ഭജനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് അനാഥരായിട്ടുള്ളവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയും പോയി തൊഴുതിട്ടാകുമ്പോൾ നമ്മളങ്ങനെ അടുത്ത നാഗദൈവങ്ങളുടെ അടുത്തേക്കൊക്കെ വരാൻ പോവാണ്. അവിടെയും ഭജനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭജനയൊക്കെ കേൾക്കാൻ തന്നെ നല്ല ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഒരു 2 മിനിറ്റ് നേരം അവിടെ നിന്ന് കണ്ടു തൊഴുതു അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകളാണ്. കണ്ടില്ലേ, നമ്മുടെ പാവകളെയൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പൂങ്കാവനത്തിലോട്ടൊന്നും കയറിയില്ല, ജസ്റ്റ് അങ്ങനെ റൗണ്ട് ചുറ്റി ഇങ്ങി പോന്നു. ഈ പാവകൾക്കെല്ലാം ഏതെടുത്താലും 100 റുപ്പീസാണ്. അപ്പോൾ ഞങ്ങളതിൽ ഒരു ജിറാഫിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പം നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നതാണല്ലോ അത്. അപ്പോൾ ഇവർ 2 പേരും വന്നിട്ടുള്ളതിന് അതിൽ കയറാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ എന്തായാലും സന്ധ്യയായി കഴിഞ്ഞ് ഇരുട്ടായപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്, സൂചി കുത്താൻ സ്ഥലമില്ലാത്ത പോലെ തിരക്കുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ഓരോ ഐറ്റത്തിൻ്റെ കൂടെയും അവർ അച്ഛൻ, അമ്മ, ബന്ധുക്കളെല്ലാം ഇങ്ങനെ ചുറ്റിനും കൂടി നിൽക്കുകയാണ്. ഇതിലെല്ലാം കയറിയിട്ട് അവരുടെ നിലവിളി കേൾക്കാനാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. എന്തിനാണ് പിന്നെ ഇത് വലിഞ്ഞ് കയറുന്നത്? എല്ലാത്തിലും കയറിയിട്ട് നിലവിളിയോടെ അയ്യോ നിർത്ത് മതി എന്നൊക്കെ. പക്ഷേ കാണാനൊക്കെ ഒരു രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതെല്ലാം കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇതൊന്നും ആർക്കും എടുക്കാൻ വയ്യ. കാണുന്ന നമ്മൾ മേടിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ കൈ വരുമ്പോഴാണ് ഇത്രയും കൂടെ എനിക്ക് എടുക്കാൻ വയ്യല്ലോ എന്ന് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു പാനിപ്പൂരിയൊക്കെ കഴിച്ച് മടങ്ങി. അപ്പോൾ ഈ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് എല്ലാവരും. അപ്പോൾ ഓച്ചിറയിലേക്ക് പോന്നോളൂ.